ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈയൊരു വിശുദ്ധ ദിവസത്തിൽ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലും ദൈവവചനത്തിനു മുൻപാകെ ആയിരിക്കുവാൻ ദൈവം കൃപ നൽകി. ഈ വിശുദ്ധ ഞായറാഴ്ച തെന്നിന്ത്യ സഭയായിട്ട് ചിന്തിക്കുവാൻ തന്നിരിക്കുന്ന വിഷയം ദൈവശാസ്ത്ര പഠന ഞായറായിട്ടാണ്. ഒരുപക്ഷെ ആ പദം കേൾക്കുമ്പോൾ ഇത് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രം വേർതിരിച്ച ഒരു വാക്കാണ്, അല്ലെങ്കിൽ ദൈവശാസ്ത്ര പഠനം ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നൊരു ചിന്ത ഒരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ വരാം. അങ്ങനെയല്ല. ദൈവശാസ്ത്ര പഠനം അല്ലെങ്കിൽ ദൈവവചന പഠനം എല്ലാ ആളുകൾക്കും വേണ്ടി വേർതിരിച്ചാണ്. ദൈവവചനം പഠിക്കേണ്ടത് എല്ലാ വിശ്വാസികളുടെയും, എല്ലാ ദൈവവിശ്വാസികളുടെയും ആവശ്യമാണ്. ദൈവവചനം അതിനായിട്ടാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അതിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ധ്യാനത്തിനായിട്ട് നൽകിയിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ രേഖപ്പെടുത്തുന്നത് വിതക്കാരൻ്റെ ഉപമയാണ്. വിതക്കാരൻ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. അദ്ദേഹം വിതച്ചു. ചിലത് വഴിയരികെ വീണു, മറ്റു ചിലത് ഏറെ മണ്ണില്ലാത്ത പാറസ്ഥലത്ത് വീണു, മറ്റു ചില വിത്തുകൾ മുള്ളിൻ്റെ ഇടയിൽ വീണു, മറ്റു ചില വിത്ത് നല്ല നിലത്ത് വീണു. അത് 30, 60, 100 മേനിയായിട്ട് വിളവെടുത്തു എന്നുള്ളതാണ്. ഈ ഉപമ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വിവിധ മാധ്യമങ്ങളിലൂടെ, വിവിധ രീതികളിലൂടെയൊക്കെ നമ്മൾ ദൈവവചനം കേൾക്കുന്ന ആളുകളാണ്. എന്നാൽ കേൾക്കുന്ന ദൈവവചനം എപ്രകാരമാണ് നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. പലപ്പോഴും ഈ ദൈവവചനം അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട ആവശ്യമാണ്. നാം ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ വിതക്കാരൻ വിതച്ച വിത്ത് ചിലത് വഴിയരികെ വീണു എന്നുള്ളതാണ്. അവിടെ വഴിയരികെ വീണ വിത്ത് പക്ഷികൾ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ വിത്തുകൾ എടുത്തുകൊണ്ടുപോയി. അത് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് അതൊരു പ്രതികരണശേഷിയില്ലാത്ത മണ്ണ് എന്നുള്ളതാണ്. വിത്തിന് യാതൊരു പ്രശ്നമില്ലായിരുന്നു. എല്ലാ സ്ഥലത്തും വീണ വിത്ത് ഒരുപോലെയായിരുന്നു. എല്ലാ വിത്തിനും അതിൻ്റെ വളർച്ചയ്ക്കുള്ള സാധ്യത എല്ലാ വിത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ആ മണ്ണിൻ്റെ പ്രശ്നമാണ്. മണ്ണിൻ്റെ ഘടനയിൽ പ്രശ്നമില്ല, പക്ഷേ അതിൻ്റെ ഒരുക്കപ്പെടലിലാണ് പ്രശ്നമുണ്ടായത്. ഇവിടെ ഒന്ന് വഴിയരികെ വീണ വിത്ത് അതൊരു പ്രതികരണശേഷിയില്ലാത്ത മണ്ണാണ്. ചില വ്യക്തികളൊക്കെയും നമ്മുടെ ചില ജീവിതങ്ങളൊക്കെയും ഇങ്ങനെ പ്രതികരണശേഷിയില്ലാത്ത ജീവിതങ്ങളാണ്. എത്രയോ നാളുകളായിട്ട് നമ്മൾ ദൈവവചനം കേൾക്കുന്നുണ്ട്, പല വിധത്തിൽ നമ്മൾ ദൈവവചനം നമ്മളെ തേടി വരുന്നുണ്ട്. എന്നാൽ ആ ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് നമ്മൾ ആ ദൈവവചനത്തോട് പ്രതികരിക്കുന്നത്? പലപ്പോഴും കേട്ടിട്ടത് അപ്പോൾ തന്നെ മറന്നു പോകുന്നത്, പക്ഷികൾ കൊണ്ടുപോയതുപോലെ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ജീവിതമാണ്. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എത്രയോ നാളുകളായിട്ട് നമ്മൾ ഈ വചനം കേൾക്കുന്നവരാണ്, എത്രയോ നാളുകളായിട്ട് നമ്മൾ ഈ വചനം വായിക്കുന്നവരാണ്. പല രീതിയിൽ ദൈവവചനം നമ്മളെ തേടി വന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ഒരു പ്രതികരണമില്ലാത്ത പ്രശ്നം നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തെ മണ്ണിൻ്റെ പ്രശ്നം അതാണ്, പ്രതികരണമില്ലാത്ത മണ്ണായിരുന്നു. രണ്ടാമത്തെ സ്ഥലത്തേക്ക് വരുമ്പോൾ അത് മണ്ണുണ്ട്, എന്നാൽ അതിൻ്റെ അടിയിൽ പാറയാണ്. വളരെ കുറച്ച് മണ്ണുള്ള, അല്ലെങ്കിൽ ആഴമുള്ള മണ്ണില്ലാത്ത ഒരു അനുഭവം. ആഴമേറിയ ഒരു വചന ധ്യാനമോ വിശ്വാസവും ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ്. ആഴമുള്ള മണ്ണില്ലാത്ത ഒരു അനുഭവത്തെക്കുറിച്ച് പറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവവചനം കേൾക്കുന്നു, പെട്ടെന്നൊരു പ്രതികരണമൊക്കെ ഉണ്ടാകും. വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ അതിന് ആ സമയത്ത് റിയാക്ഷൻ ഉണ്ടാകും. എന്നാൽ ജീവിതത്തിൻ്റെ പരിപരുത്ത അനുഭവങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ജീവിത അനുഭവമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയം പലപ്പോഴും ഇങ്ങനെ കഠിനമായിട്ടാണ്. ദൈവവചനത്തിന് വളരുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വളരെ കഠിനമായ ജീവിതത്തിൻ്റെ അനുഭവമുള്ളവരാണ് നമ്മളിൽ പലരും. നമ്മുടെ ജീവിതത്തിലുള്ള അപ്രകാരം കഠിനമായിട്ടുള്ള അനുഭവമുണ്ട്. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ ചിരിക്കാൻ മറന്നുപോയ ആളുകളെ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇന്ന് മലയാളികൾ ചിരിക്കുകയല്ല. നമ്മൾ മലയാളത്തിൽ ചിരിക്കും മറ്റൊരു പദം
ഒരുപക്ഷേ നമ്മൾ പറയാറുണ്ട് അത് ഇളിക്കുക എന്നുള്ളത്. സാധാരണ ഇളിക്കുക എന്ന് പറയുന്നത് മൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, മൃഗങ്ങളെയാണ് ഇളിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യൻ ചിരിക്കുന്നതിന് പകരം ഇളിക്കുകയാണ്. അത് ഇളിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഒരു മൃഗം ഇളിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ മൃഗം മറ്റൊരു മൃഗത്തെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുകളാണ്. ഇന്ന് നമ്മളൊക്കെ പരസ്പരം ചിരിക്കുകയും കൈകൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വാസ്തവമായിട്ടുള്ള ആത്മാർത്ഥമായ ചിരിയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ അനുഭവമാണ്. അതോ നമ്മുടെ ജീവിതത്തിൽ ഈ പുറമേയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള ചില അനുഭവങ്ങളിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഏറെ മണ്ണില്ലാത്ത ചില പ്രത്യേക പ്രതികരണങ്ങളൊക്കെ ഒരു പക്ഷേ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ പ്രതികരണം നിലനിർത്തുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു മണ്ണിനെക്കുറിച്ച് പറയുന്നത്, അവിടെ പറയുന്നത് അത് ധാരാളം വിത്തുള്ള മണ്ണ്, മറ്റു പല വിത്തുകൾ ഉള്ള ക്ലീൻ ചെയ്യാത്ത ശുദ്ധിയാക്കാത്ത മണ്ണുള്ള അനുഭവം. ധാരാളം ആസക്തികളുടെയൊക്കെ ഇടയിൽ, ധാരാളം ആഗ്രഹങ്ങളുടെയും ഇച്ഛകളുടെയൊക്കെ ഇടയിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ വിത്ത് വീഴുമ്പോൾ അത് കുറച്ച് ദിവസങ്ങളൊക്കെയും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ടാകും. എന്നാൽ മറ്റുള്ളത് അതിനെ ഞെരുക്കിക്കളയുന്ന ഒരനുഭവം. ഇപ്രകാരമുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലാണ് ദൈവവചനം നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ പ്രതികരണമില്ലാത്ത മണ്ണിൻ്റെ അനുഭവത്തിൽ, ആഴമില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, മറ്റുള്ള ക്ലീൻ ചെയ്യാത്ത ശുദ്ധിയാക്കാത്ത മണ്ണിൻ്റെ ഹൃദയമാകുന്ന ആ മണ്ണിൻ്റെ അനുഭവത്തിലൊക്കെ നമ്മൾ വിത്തുകളെ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ നാലാമത്തെ മണ്ണിനെ കുറിച്ച് പറയുന്നത് അത് ഒരുക്കപ്പെട്ട മണ്ണെന്നാണ് പറയുന്നത്. അത് നല്ലോണം ഉഴുതുമറിച്ച ഒരുക്കപ്പെട്ട മണ്ണ്. അവിടെ ആ വിത്ത് വീണപ്പോൾ അത് 30, 60, 100 മേനിയായിട്ട് ഫലം പുറപ്പെടുവിക്കുവാനായിട്ടിടയായി. നമ്മുടെ ജീവിതങ്ങളിൽ ഏത് തരം മണ്ണാണ്, നമ്മുടെ ജീവിതം എങ്ങനെയുള്ള മണ്ണാണ് എന്നൊന്ന് പരിശോധിക്കുന്നത് നമ്മളാണ്. പലപ്പോഴും ഈ ആദ്യത്തെ 3 വിഭാഗത്തിൽപ്പെട്ട മണ്ണാണോ അതോ ഒരുക്കപ്പെട്ട മണ്ണാണ്? ഒരു വിത്തിന് വലിയ സാധ്യത. ദൈവവചനം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്താണ്, ക്രിസ്തുവാകുന്ന വിത്താണ് നമ്മുടെ ജീവിതങ്ങളിൽ വിതയ്ക്കപ്പെടുന്നത്. അത് ഏത് രീതിയിലാണ് ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുക? അത് ഒരുക്കത്തോടെ സ്വീകരിച്ചാൽ ആ വചനത്തിന് വലിയ സാധ്യതയാണ്. ഒരു ആപ്പിളിൽ എത്ര കുരു ഉണ്ട് എന്ന് എണ്ണി നോക്കി പറയാൻ പറഞ്ഞാൽ നിങ്ങൾ വളരെ വേഗത്തിൽ ആ ആപ്പിളിലുള്ള കുരു എത്രയാണെന്ന് പറയും. എന്നാൽ ആ ആപ്പിളിൻ്റെ ഒരു കുരുവിൽ, ഒരു വിത്തിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്ന് പറയാൻ ചോദിച്ചാൽ അത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. ഒരു വിത്തിലുള്ള സാധ്യത, ആ ആപ്പിളിൻ്റെ ആ കുരുവിലുള്ള സാധ്യത അനന്തമാണ്. അതിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാകും? നല്ല നിലത്ത് നട്ട് വളർന്ന് വന്തലിച്ചാൽ അതിൽ എത്ര ആപ്പിൾ ഉണ്ടാകുമെന്ന് പറയുവാനായിട്ട് ഒരുത്തിനും സാധ്യമല്ല. അത് അത്ര അനന്തമായ സാധ്യതയാണ് ആ വിത്തിലുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്തിന് ആ വലിയ സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം ആ വിത്താണ് നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപിക്കുന്നത്. അത് നല്ല നിലത്ത് നമ്മൾ ഒരുക്കത്തോടെ കടന്നു വന്നത് സ്വീകരിച്ചാൽ അതിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ വലിയ സാധ്യത വിത്താണ്. ഓരോ വചന കേൾവിയും ഓരോ വചന പഠനവും ആ വലിയ അനുഗ്രഹത്തിൻ്റെ സാധ്യതയിലേക്കാണ് വാതിൽ തുറക്കുന്നത്. എന്നാൽ ആ ഒരു അനുഭവത്തിൽ പലപ്പോഴും അത് സ്വീകരിക്കാത്തതുകൊണ്ട് പലപ്പോഴും ആ വചനം പടുമുളയായി പോകാറുണ്ട്. എന്നാൽ ഈ ഒരു പ്രഭാതത്തിൽ വീണ്ടും ദൈവവചനം നമ്മളെ തേടി വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ. നല്ല മണ്ണ് എന്ന് പറയുന്നത് ഈർപ്പമുള്ള മണ്ണാണ്. മണ്ണും വിത്തും കൂടി കലരുമ്പോൾ മാത്രമാണ്, മണ്ണും വിത്തും കൂടി കലരുമ്പോൾ മാത്രമാണ് നല്ല വളർച്ച ആ വിത്തിനുണ്ടാകുന്നത്. അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ നമ്മൾ ഈ വചനങ്ങളുടെ മുൻപിൽ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനം അത് അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ആ അനുഗ്രഹമാകുന്ന വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നമ്മളെ തന്നെ ദൈവകാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് വിനിയോഗിക്കാം. എത്രയോ നാളുകളായിട്ട് നമ്മൾ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ എപ്രകാരമാണ് ആ വചനത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? ഒരു പ്രതികരണമില്ലാത്ത മണ്ണ് എന്നുള്ള അനുഭവമാണോ നമ്മുടെ ജീവിതം? എത്രയോ നാളുകൾ ഈ വചനം കേട്ടിട്ടും ഒരു പ്രതികരണവുമില്ലാത്ത, യാതൊരു വ്യത്യാസവുമില്ലാത്ത ജീവിതമാണ്. അതോ ആഴമുള്ള മണ്ണില്ലാത്ത അനുഭവമുണ്ടോ? നമ്മൾ വചനം കേൾക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൻ്റെ പല വിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ വചനത്തെ മറന്ന് ജീവിക്കുന്ന, ആ വചനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, അത് പടുമുളയായി പോകുന്ന അനുഭവമുണ്ട്. ധാരാളം വിത്തുള്ള മണ്ണുകൾ,
മറ്റ് പലവിധ ചിന്തകളാലും ആസക്തികളാലും ആഗ്രഹങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നമ്മൾ വചനത്തിൻ്റെ വിത്തിനെ സ്വീകരിക്കുമ്പോൾ അത് ശുദ്ധിയില്ലാത്ത ഹൃദയത്തിൽ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുക. പലപ്പോഴും അത് അപ്രകാരമുള്ള ആ വിത്തുകളൊക്കെ നമ്മളുടെ മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ ഞെരുക്കി കടഞ്ഞ് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാതെ പോയിട്ടുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഒരുക്കമുള്ള മനസ്സോടെ നമുക്കായിരിക്കുന്നെങ്കിൽ നമ്മളിന്ന് കേട്ട വചനം, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് വലിയ കൃപ ചെയ്യുവാൻ ദൈവത്തിന് നമ്മളെ സാധിക്കും. അതിനായിട്ട് നമ്മളതിനെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച മനോഹരമായ വചനത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങൾ സംസാരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കും. ഞങ്ങളതിനെ താഴ്ത്തട്ടെ. ഒരുക്കമുള്ള ഹൃദയത്തോടെ ഈ വചനം സ്വീകരിക്കുവാൻ, ആ വചനത്തെ വളർത്തുവാൻ, അത് നല്ല പരിസരങ്ങൾ വളർന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായ ഫലം കഴിക്കുവാൻ, അത് അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളെ സഹായിക്കും. എല്ലാ മഹത്വം ഏൽപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.